മായി ഉടമ്പടിക്ക് സാക്ഷിയായി ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായി നമ്മൾ ജീവിക്കുന്നത്. ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം പലരും കണ്ണ് നിറഞ്ഞും കണ്ണ് തുടച്ചുമൊക്കെയാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് അതിദാരുണമായ ജീവിത അവസ്ഥയിലാണെങ്കിൽ ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന്. വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയാണ് ദൈവം വലിയ കാര്യങ്ങൾക്കായി ഇവർക്ക് ചെയ്ത് കൊടുത്തത്. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വാങ്ങിച്ചിരിക്കുന്ന ഒരു കാര്യവും സിമ്പിളല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഉപ്പ് ലളിതമല്ലത്ര, കാശുരൂപം ലളിതമല്ല. അതെല്ലാം നിൻ്റെ ദൈവം നിന്നെ സന്ധിക്കാനും സംരക്ഷിക്കാനും സുഖപ്പെടുത്താനുമുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളവും ദൈവപരിപാലനയുടെയൊക്കെ മാധ്യമങ്ങളാണ്. അതെല്ലാം നമ്മൾ ദൈവവും നമ്മളുമായി ചെയ്ത ഉടമ്പടിയെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യണത്. അതിൽ നിങ്ങൾ എന്തുമാത്രം വികാരോജ്വരമായി അതിനെ കരുതുന്നുണ്ട്, എന്തുമാത്രം സ്നേഹത്തോടെ വിശ്വാസത്തോടെ ആണ് ആ ഉടമ്പടി നേർച്ച വസ്തുക്കളെ കരുതണത്. അത്രയും വിശ്വാസത്തോടെയാണ് സ്നേഹത്തോടെയാണ് ദൈവവും നമ്മളും തമ്മിൽ ചെയ്ത ഉടമ്പടിയെ നമ്മൾ കരുതണത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ചില വിഷയങ്ങളുടെ പ്രത്യേകത കാരണം അല്പസമയമെടുത്താലും അത് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമായി എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞാൽ മതി. വിശ്വാസത്തെ കാര്യം ചില സമയത്ത് വിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ നേഴ്സ് സാക്ഷ്യം പറഞ്ഞത്. അതായത് H1N1 ആണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. കുഞ്ഞ് കോമാ സ്റ്റേജിലാണ് കിടക്കുന്നത്. കോമാ സ്റ്റേജിലാണ്. ആർക്കും ഡോക്ടേഴ്സിനും പിടികിട്ടണില്ല. എന്താണ് ഇങ്ങനെ ഓരോ ടെസ്റ്റിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരാത്മാർത്ഥമായിട്ട് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ നിന്നൊക്കെ ചില സമയത്ത് അറിയില്ലല്ലോ എന്താണ്, ഏത് വൈറസാണ് അറ്റാക്ക് ചെയ്തിരിക്കണമെന്ന്. ഓരോ വൈറസ് ഇപ്പോൾ അലർജിയുടെ ടെസ്റ്റ് ചെയ്യണ പോലെയാണ്. 144 അലർജികളുണ്ട്. ഇതിൽ ഏത് അലർജിയാണെന്നുള്ളത് ഓരോ അലർജിയും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പിടികിട്ടത്തുള്ളൂ. അതുപോലെയാണ് വൈറസിൻ്റെ കാര്യവും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ശാസ്ത്രത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും നമ്മുടെ ജീവൻ ഇല്ല എന്നുള്ളത്, ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളത്. വളരെ മിനിമമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വരെ നമ്മൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവ് കൊണ്ടും പഠിച്ചും ചിന്തിച്ചും ആലോചിച്ചും പരീക്ഷിച്ചും ഒക്കെ നമ്മളെ നിയന്ത്രണത്തിലാക്കിയിരിക്കണത്. അപ്പോഴും 60% കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ ദൈവത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ ജീവിത മേഖലകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ദൈവത്തോട് വിശ്വാസം, പ്രത്യാശ, സ്നേഹത്താൽ ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാവിൽ കർത്താവിൻ്റെ വചനാനുസരിച്ചുകൊണ്ട് ജീവിതത്തെ നവീകരിച്ച് ദൈവത്തിന് പ്രസാദാത്മകമായ രീതി ജീവിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്നത്. ശ്രുതികട ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. അപ്പോൾ ഉടമ്പടിയുടെ ചില ആധ്യാത്മികതയിലെ ചില വിഷയങ്ങൾ വരുമ്പോൾ
നമ്മുടെ വിശ്വാസം പ്രകടനപരമാകണം. വിശ്വാസത്തിൻ്റെ പ്രകടനപരത ഒരു ജീവിതത്തെ ദുർഘടമായ അവസ്ഥകളിൽ ദൈവത്തെ ഇടപെടുത്താൻ നമ്മളെ സഹായിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ ഞാൻ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്, ഈ വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ കാഴ്ചയിൽ മണ്ടത്തരമായിട്ട് തോന്നും. വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ കാഴ്ചയിൽ മണ്ടത്തരമായിട്ട് തോന്നും. കാര്യം കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഒരു തളർവാദ രോഗിനെ കൊണ്ടുവന്ന് അങ്ങേരുടെ സഹായികളായിട്ടുള്ളവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവരെന്നാ ചെയ്തത്? കർത്താവ് ഇരിക്കുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി. വിശ്വാസമില്ലാത്തവർക്ക് ചില സമയത്ത് ഇതൊരു മണ്ടത്തരമായിട്ട് തോന്നും, അല്ലേ? ആ അവർക്ക് വേണേൽ ചിന്തിക്കാം, ആളൊഴിഞ്ഞതിന് ശേഷം ഇത്രയും വലിയ മരമണ്ടത്തരം എന്തിനാണ് ചെയ്തത്? ആളൊഴിഞ്ഞതിന് ശേഷം ആളെല്ലാം പോയതിന് ശേഷം എപ്പോഴായാലും ആൾക്കാർ പോകുമല്ലോ. പോയി കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിൽ ആ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഒരു പക്ഷേ അങ്ങനെ ആളൊഴിഞ്ഞ സമയത്താണ് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ആ രോഗം സുഖപ്പെട്ടില്ലെന്ന് വരും. എന്താ കാര്യം? ആ രോഗിയെ സുഖപ്പെടുത്തിയത് എന്താണെന്ന് സുവിശേഷം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവിടെ വിശ്വാസം കണ്ട്. അതാണ് സംഭവം. വിശ്വാസത്തെ ചില സമയത്ത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല എന്നാണ് നമുക്ക് സുവിശേഷം നൽകുന്ന ചില പാഠങ്ങൾ. അതാണ് ലൂക്കാ 18:8 പറയണത്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 2-5 വാക്യം എന്താണ്? അവരുടെ വിശ്വാസം കണ്ട് എന്ന് പറഞ്ഞേ. അവരുടെ വിശ്വാസം കണ്ട്. അപ്പം കാണാവുന്ന വിശ്വാസമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാവുന്ന വിശ്വാസമാണ്, അല്ലേ? നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ? പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാ പറയുക. അത് കേൾക്കാവുന്ന വിശ്വാസമാണ്. ഈ കേൾക്കാവുന്ന വിശ്വാസം എപ്പോഴെങ്കിലും അപ്രായോഗികമായി തീരുകയും കേൾക്കാവുന്ന വിശ്വാസത്തിന് കൊണ്ട് ഉത്തരം താമസിക്കുന്നുവെന്ന് കണ്ടാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കാണാവുന്ന വിശ്വാസം കാണിക്കണം, അല്ലേ? അതാണ് എൻ്റെ മാർഗം. അതാണ് അവരുടെ വിശ്വാസം. അവൻ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി ആ രോഗിയെ താഴേക്ക് ഇറക്കുമ്പോൾ കർത്താവ് പറയണത് മർക്കോസ് 2:5 എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസം കണ്ട് ആ തളർവാദ രോഗിയോട് അവൻ പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങള് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പല പല ദൈവിക മനസ്സാണ് അതിലൂടെ വെളിപ്പെടുന്നത്. അതായത് ഏതെങ്കിലും ഒരു പാപിക്ക് വേണ്ടി അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളിലോ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പാപത്തിന് മോചനമുണ്ടാകുമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മളിപ്പോഴും എന്താണ് ധ്യാനിക്കുന്നത്? കേൾക്കുന്ന വിശ്വാസത്തെ 2 തരത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു വിശ്വാസിക്ക് പ്രഖ്യാപിക്കാം. ഒന്ന്, കേൾക്കുന്ന വിശ്വാസം. കേൾക്കുന്ന വിശ്വാസം പ്രാർത്ഥനയും, കേൾക്കുന്ന വിശ്വാസം കേൾക്കുന്ന വിശ്വാസം കൊണ്ട് മാത്രം കാര്യങ്ങളുടെ മേൽ ദൈവികമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? കാണുന്ന വിശ്വാസം പ്രകടിപ്പിക്കണമെന്നല്ലേ? കാണുന്ന വിശ്വാസം. അപ്പം കാണുന്ന വിശ്വാസം നമ്മളത് പ്രകടിപ്പിക്കുകയാണ്. ഒരുപക്ഷെ കാണുന്ന വിശ്വാസം വരണേ എന്താണെന്നറിയാവോ?
അതൊരു ഏറ്റുപറച്ചിലാണ്. എന്താണ് ഏറ്റുപറച്ചിൽ? കാണുന്ന വിശ്വാസത്തെ കർത്താവ് പല രീതിയിലാണ് പറഞ്ഞത്. മനുഷ്യരുടെ മുമ്പിൽ, ഇപ്പോൾ 10:32 മത്തായിയുടെ സുവിശേഷത്തിലെ മനുഷ്യരുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോഴേ പിതാവിനെ കൂടി കക്ഷിയാക്കണമെന്നാണ് ചിലതിൻ്റെ സൂചന. മനസ്സിലായില്ലേ? ചില നമ്മൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ, വിശ്വാസം കാണാവുന്ന രീതിയിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യണത് എന്താണ്? ത്രിത്വിക ദൈവത്തെ ഈ വിഷയത്തിലേക്ക് നമ്മൾ ആശ്രയിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. നമ്മൾ ഉടമ്പടി ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തിയില്ലേ, ഞാൻ രോഗിയായിരുന്ന നിങ്ങളെന്നെ സന്ദർശിച്ചു, ഇല്ലേ? ഞാൻ നഗ്നനായിരുന്ന നിങ്ങളെനിക്ക് വസ്ത്രം നൽകി. അതെല്ലാം കാണുന്ന വിശ്വാസ പ്രവർത്തികളാണ്. ഇപ്പോൾ നിബന്ധന പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് നമ്മൾ അത് ചെയ്യണമെന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ഞാൻ വിശ്വാസത്തിന് കാണുന്ന രീതിയിലാക്കിയിരിക്കുന്നുവെന്നാണ്. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? നമ്മൾ രോഗിയെ കുളിപ്പിക്കുന്നു, അവർക്ക് മരുന്ന് കൊടുക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു, രോഗിയെ സന്ദർശിക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ച് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത് ഉടമ്പടി പ്രകാരമാണ്, അല്ലേ? അതുപോലെ നമ്മളെ പ്രേക്ഷിത പത്രങ്ങൾ വാങ്ങി വിതരണം ചെയ്യണതും ഉടമ്പടി പ്രകാരമുള്ള സുവിശേഷ വേലയാണ്. അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിൽ എന്താ ഉണ്ടാകണം? ഞാൻ ഉടമ്പടി പ്രകാരം എൻ്റെ വിശ്വാസത്തെ കാണുന്ന രീതിയിലേക്ക് ദൈവതിരുസന്നിധി മാറ്റുന്നതിൻ്റെ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രൻ തമ്പുരാൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയവധുവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ത്രിത്വിക ദൈവത്തെ എൻ്റെ ജീവിത വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ദുർഘട ഘട്ടങ്ങളിൽ എൻ്റെ കഴിവ് കൊണ്ട്, ശേഷി കൊണ്ട്, ശേമുഷി കൊണ്ട് എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവമേ എന്നോട് കരുണയായിരിക്കണമെന്നാണ് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ വിശ്വാസത്തെ കാണുന്ന രൂപത്തിലാക്കിക്കൊണ്ട് സുവിശേഷ പേര് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കൈ അടിച്ച് കർത്താവിന് സുള്ളിലിരിക്കുക. പോലെ കാണുന്ന വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴേ ശ്രദ്ധിക്കുക, ഈ കാണുന്ന വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കത്തില്ലേ, അപ്പോഴെൻ്റെ മക്കളുടെ മനസ്സിൽ വിശ്വാസം മാത്രം പോരാ. എന്ത് വേണം? ഈ കാണുന്ന വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം കാണത്തക്ക വിധം മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ കാരുണ്യ പ്രവൃത്തിയായി, ഉപവിപ്രവർത്തനങ്ങളായി, സുവിശേഷ പുണ്യങ്ങളായി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദൈവസ്നേഹവും വേണം. അത് നമ്മൾ എന്തുകൊണ്ട് ഞാൻ ചെയ്യണം? കാരണം എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഇവിടെ സാക്ഷ്യം പറഞ്ഞവരൊക്കെ എന്താ പറഞ്ഞത്? അവിടെ ഉള്ളിൽ ആ സ്നേഹമുണ്ട് ശരിക്കും, അല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകം ഉണ്ടാകാൻ കാരണം എന്താ? അവർ ദൈവസ്നേഹത്തോടെയാണ് ആ സാക്ഷ്യം പറയണത്. ഞാൻ പണ്ടേ ബ്രദറായിരുന്ന കാലത്ത്, അതായത് 83-84 ഘട്ടങ്ങളിൽ ഡീക്കനായിട്ടില്ല. അപ്പോൾ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു വൈദികരുണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർക്ക് കേൾക്കാൻ പറയാൻ പറ്റും. മിഷൻ രാജ്യങ്ങളിൽ നിന്ന് അവിടുന്ന് പോകുന്ന വൈദികനാണ്. പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നാട്ടുമ്പുറങ്ങൾ വന്ന് പരിശുദ്ധ അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. വേറെ ചില സഭകളിൽ നിന്ന്, അമ്മയെ അംഗീകരിക്കാത്ത സഭകളിൽ നിന്ന് സഹായമൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ ഒരു ഏജൻ്റായിട്ട് കത്തോലിക്ക സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ പുറമേ നോക്കിയാൽ അങ്ങനെ തോന്നുകയും ചെയ്യും. പക്ഷേ അതേസമയം പഠിപ്പിക്കണതെല്ലാം കർത്താവിൻ്റെ അപ്പോസ്തലിക സഭയുടെ പാരമ്പര്യത്തിനും ആത്മീയതയ്ക്കുമൊക്കെ എതിരായിട്ടുള്ള പഠനങ്ങളാണ് പഠിക്കുന്നത്. അവസാനം ആ മനുഷ്യൻ കുർബാന ചെല്ലണമൊക്കെ പറമ്പിലാണ്.
അതാ ഒരു നല്ല പറമ്പൊന്നുമല്ല, വൃത്തികെട്ട പറമ്പിൽ. അത് ആൾക്കാരെ വശീകരിക്കാൻ വേണ്ടിയാണ്. അത് കുർബാന ചെല്ലും, പക്ഷേ അത് മേയ്ക്കലൊക്കെ ആ കുർബാന കേൾക്കാം. നമുക്ക് ഒരു ഡ്രൈ മാസം പോലെ ഇരിക്കാം. ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ അമ്മയ്ക്കെതിരെ, ജപമാലയ്ക്കെതിരെ അത് അങ്ങേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടാൽ നമുക്ക് സങ്കടം വരും. എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയും ഭാരവും ഉണ്ടായിട്ട്, ദൈവമേ ഇതിനെന്താണ് ഒരു മറുപടി എന്നൊക്കെ അന്ന് ഞാൻ ചിന്തിച്ചിട്ട് ദൈവത്തോട് എൻ്റെ ആത്മാവ് തേങ്ങുമായിരുന്നു. ഒരു ദിവസം അതിലൂടെ വരുമ്പോൾ കുർബാന ചൊല്ലിക്കഴിഞ്ഞ സമയമാണ്. ആ വൈദികൻ അപ്പോൾ കുസ്തോതിയിൽ കുർബാന അവിടെ ഇരിക്കണത് എനിക്ക് അകലെന്ന് കാണാം. പകലെന്ന് ഞാൻ കാണുന്നുണ്ട്, ഞാനൊരു ഫർലോങ് അകലെ നിൽക്കുക. അപ്പോൾ അവിടെ കുസ്തോതി ഇരുന്ന് തിളങ്ങണ കാണാം, കുർബാന ഉടുപ്പ് അദ്ദേഹം ഊരിയിരിക്കണം കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ അവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ 1 കിലോമീറ്റർ, ഒരു 1/2 കിലോമീറ്റർ അകലെയാണെങ്കിലും ഞാൻ അവിടെ മുട്ടേ നിന്ന്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, കർത്താവാണല്ലോ അവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കർത്താവ് ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് കാണാൻ നമുക്കറിയാമെങ്കിലും നമ്മളത് മുട്ടേ നിൽക്കണ്ടേ അവിടെ. അപ്പം ശരിക്കും നമ്മളവിടെ മുട്ട നിന്ന് കഴിഞ്ഞാൽ ആ വൈദികന് അതൊരു സപ്പോർട്ടായിട്ട് വരും. അത് സഭയ്ക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? കർത്താവാണ് അവിടെ ഇരിക്കണത്. അപ്പം ഞാൻ മുട്ട നിന്ന് ആ കർത്താവിനെ അവിടുന്ന് മാറ്റി അടക്കം ചെയ്യണവരെ ഞാനവിടെ മുട്ട നിന്ന്, ഞാൻ പിന്നീട് അതൊക്കെ പിന്നെ ഞാൻ മറന്നുപോയി. പിന്നീട് കർത്താവ്, ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട വരെയുള്ള സംഭവങ്ങൾ ഞാൻ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ ഇടയ്ക്ക് എന്നോട് തന്നെ ചോദിക്കുമ്പോൾ ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ കാണിച്ചു തന്ന ഒരു രൂപമാണത്. അതായത് പണ്ട് നീ ഇങ്ങനെയുള്ള ഒരു ആധ്യാത്മിക അരാജകത്വ സഭയിൽ സൃഷ്ടിക്കണ കാലത്ത് നീ വിശ്വാസം കാണുന്ന രൂപത്തിൽ പ്രഖ്യാപിച്ചെന്ന് അത് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും സഭയ്ക്ക് എവിടെയെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെയല്ലേ കൂടേണ്ടത്. മറിച്ച് നമുക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ദൈവതിരുസന്നെ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപവസിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ വിശ്വാസം കാണുന്ന രൂപത്തിലാക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ തേങ്ങലോടുകൂടി ബൈബിൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ, ഒന്ന് പറഞ്ഞേ, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതാണ് ലൂക്കായുടെ സുവിശേഷം 18:8. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അവിടെയും കർത്താവ് ചോദിക്കണ കാണുന്ന വിശ്വാസത്തെക്കുറിച്ചാ, കേൾക്കുന്ന വിശ്വാസത്തെക്കുറിച്ചല്ല. ഇല്ലേ? കേൾക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് നമ്മളെ കേട്ട് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ നേടിയെടുത്താലും ദൈവത്തിൻ്റെ മനസ്സിലൊരു തേങ്ങൽ അവശേഷിക്കും. എന്താ ബൈബിൾ പറയണത്? മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവനവരോട് രൂപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. ദിവസം ഒരു സാധുവിധ വന്ന് അവനോട്, യജമാനനെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് ചോദിച്ചു. അയാൾ ഇങ്ങനെ ആത്മകഥം ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 18:1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാളിങ്ങനെ ആത്മകഥം ചെയ്തു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നുമില്ല. അയാൾ യുക്തിവാദിയോ നിരീശ്വരനോ നിർബന്ധക്കാരനോ ആണ്. അങ്ങനെയുള്ള മനുഷ്യനാണ് അവരെ മർദ്ദിക്കണത്, ഈ വിധവ അധികാര സ്ഥാനത്തിരിക്കണത്. അപ്പോൾ ഈ സാധു വിധവ വന്ന് ചോദിക്കുകയാണ്, യജമാനൻ എനിക്ക് നീതി നടത്തി തരണമേ. അയാളിങ്ങനെ ആത്മകഥം ചെയ്തു. എന്താണ് ചെയ്തത്? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, പിന്നെന്താ, മനുഷ്യനെ മാനിക്കുന്നുമില്ല. അപ്പോൾ ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ന്യായാധിപന്മാർ ആദ്യകാലം മുതലുണ്ട്. എന്നിട്ട് അയാളൊരു തീരുമാനം എടുത്തു. എന്താണ്? എങ്കിലും ഈ സാധു വിധവ
ഇങ്ങനെ വന്ന് നിരന്തരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യമാണെങ്കിലും ദൈവം ചിലപ്പോൾ അത് സാധിച്ചു തരും. പക്ഷേ ദൈവത്തിൻ്റെ ഉള്ളിലുള്ള തേങ്ങൽ ആര് മാറ്റും? അത് മാറ്റുന്നവനാണ് ദൈവ പൈതലെ. സാധാരണ മനുഷ്യരും ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവത്തിൻ്റെ തേങ്ങലിനെ കൂടി കണക്കിലെടുക്കണം. എങ്കിലും ഈ സാധുവിധവ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അതാണ് 18:7 ലൂക്കായുടെ സുവിശേഷം. 8ാമത്തെ വാക്യം എന്താണ്? ഇങ്ങനെ നീതി നടത്തി കൊടുത്താലും, നടക്കാത്ത കല്യാണം നടത്തി കൊടുത്താലും, ഇല്ലാത്ത മക്കളെ ഉണ്ടാക്കി കൊടുത്താലും, ഇല്ലാത്ത വീട് ഉണ്ടാക്കി കൊടുത്താലും, ഇല്ലാത്ത ജോലി ഉണ്ടാക്കി കൊടുത്താലും, ഇങ്ങനെയെല്ലാം ഭൗതികമായ ആനുകൂല്യങ്ങൾ ചെയ്ത് കൊടുത്താലും എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ വിശ്വാസം കണ്ടെത്തുമോ? കാണപ്പെടുന്ന വിശ്വാസം നിലനിൽക്കുമോ എന്നാണ് ചോദിക്കണത്. കേൾക്കപ്പെടുന്ന വിശ്വാസം കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുമ്പോൾ കാണപ്പെടുന്ന വിശ്വാസം ദൈവത്തെ പ്രഘോഷിക്കുന്നതാണ്. കേൾക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ കാര്യം സാധിക്കാനുള്ളതാണ്. കാണപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. കൈ അടിച്ച് കർത്താണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, ദൈവം നമ്മളെ സഹായിക്കുന്നു, അല്ലേ? നമുക്ക് ജോലി കിട്ടുന്നു, വീട് വെക്കുന്നു, മക്കളെ കല്യാണം കഴിപ്പിക്കുന്നു, അവർക്ക് ജോലി കിട്ടുന്നു, എല്ലാ സംഭവവും അതെല്ലാം കേൾക്കുന്ന വിശ്വാസമാണ്. ഈ കേൾക്കുന്ന വിശ്വാസത്തിൻ്റെ കുഴപ്പം എന്താണെന്നറിയാവോ? ദാറ്റ് വിൽ ബി യൂസ് ആൻഡ് ത്രോ, ഇറ്റ് വിൽ ബി ഡിസ്പോസ്ഡ്. എന്താണ്? കേൾക്കുന്ന വിശ്വാസം എപ്പോഴായാലും നമുക്ക് ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകും. ഈ കാണപ്പെടുന്ന വിശ്വാസത്തിനൊരു ഗുണമുണ്ട്. എന്താ? അത് തീർന്നു പോകത്തില്ല. എൻ്റെ മക്കളെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കേൾക്കുന്ന വിശ്വാസമെല്ലാം, ഇപ്പം ഈ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചില്ലേ? പക്ഷെ അയാൾ പിന്നീട് മരിച്ചില്ലേ? അല്ലേ? അപ്പോൾ എത്ര അത്ഭുതങ്ങൾ നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അസ്തമിച്ച് പോകും. അത്ഭുതങ്ങളെല്ലാം അസ്തമിക്കും, അവശേഷിക്കത്തില്ല. ഇപ്പോൾ കേൾക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു പരിമിതികൾ അതാണ്. കാണപ്പെടുന്ന വിശ്വാസം എന്താ? വിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ്. അത് ഒരിക്കലും അസ്തമിക്കത്തില്ല, അവശേഷിക്കുന്നത് അതാണ്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ എന്ന് ചോദിച്ചാൽ, ലൂക്കാ 18:8 ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അവശേഷിക്കുന്ന വിശ്വാസമാണ് ദൈവം അന്വേഷിക്കുന്നത്. അവശേഷിക്കുന്ന വിശ്വാസം എന്താണ്? അനന്തരം രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കുവിൻ. മത്തായിയുടെ സുവിശേഷത്തിൽ 25:35 അനന്തരം രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ച് നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചുവെന്ന്, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചുവെന്ന്. അതാണ് കാണപ്പെടുന്ന വിശ്വാസമെങ്കിൽ, അതാണ് അവശേഷിക്കുന്ന കൊണ്ടാണ് രാജാവിന് നിത്യരക്ഷ നൽകാൻ നമുക്ക് ദൈവത്തിന് സാധിക്കുന്നത്. നമ്മൾ കേൾക്കപ്പെടുന്ന വിശ്വാസം യൂസ് ആൻഡ് ത്രോ, അത് ഇന്ന് ഉപയോഗിച്ച് തീരുമ്പോൾ കാണപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ, സുവിശേഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിലനിൽക്കുന്നതാണെന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകുന്നതാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുന്ന നിബന്ധനകളെല്ലാം കാണപ്പെടുന്ന വിശ്വാസത്താൽ നമുക്ക് നിത്യരക്ഷ വരെ ഉറപ്പുവരുത്തുന്ന സമ്പൂർണ്ണ പ്രാർത്ഥനയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. കൈ അടിച്ചു കർത്താണ്. ദിവ്യകാരുണ്യത്തിന് അപ്പോഴും നമ്മളുടെ തീരുമാനം എടുക്കണം. ഈ ഉടമ്പടി കാലത്ത് കാണപ്പെടുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷികളാകും നമ്മളെന്ന്. ഏത് സമയത്താണ് വിശ്വാസത്തെ പൊതുജന സമക്ഷം കാണപ്പെടുത്താൻ വേണ്ടി ദൈവം വിളിക്കുന്നത്? എല്ലാ സാഹചര്യ സമ്മർദ്ദങ്ങളിലും. ഇപ്പോഴ് പുതിയ പെന്തക്കോസ്തായിലേക്ക് പ്രവേശിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം.
ആത്മാവേ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കുക. ആത്മാവേ പരിശുദ്ധാത്മാവേ ഉദ്ധിതനായ യേശുവിന് ജീവിത രംഗങ്ങളിലെ സാക്ഷ്യം വഹിക്കുവാൻ അപ്പോസ്തലന്മാരെ പോലെ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. മറ്റു മനുഷ്യരെ നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് മറ്റു മനുഷ്യരെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ ദീപം നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ്. വിശ്വാസം വെളിച്ചമാണ്. വെളിച്ചം അത് പറയുടെ അടിയിൽ വെക്കാനുള്ളതല്ല, ദീപപീഠത്തിന്മേൽ വെക്കാനുള്ളതാണ്. അതിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും കണ്ടുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാനുള്ളതാണ്. കൈ അടിച്ചു കർത്താണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 2004 സുനാമി ഉണ്ടായപ്പോഴും ഇതുപോലൊരു സംഭവം നടന്നു. സുനാമിയിലെ അപ്പോൾ ആദ്യത്തെ കടൽ കയറ്റം 8 മണിക്ക് നടന്നു. അഴീക്കൽ കടപ്പുറത്ത് ആലപ്പുഴയിൽ 3 പേര് മരിച്ചു. 3 വലിയമ്മമാർ മരിച്ചു. ഞാൻ കടപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ വലിയമ്മയുടെ ബോഡി അവിടെ കിടക്കുന്നുണ്ട്, മരിച്ച്. ഭയങ്കര ഹൃദയം തകരുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ പിന്നെ ടി വിയിലൂടെ വരുന്നു, അടുത്ത സുനാമി വന്നു. അപ്പോൾ ഞാൻ ചെല്ലാതെ നിൽക്കുക. അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ സുനാമി വന്ന് കടൽ പൊങ്ങി പള്ളിയുടെ അകത്ത് കയറി പള്ളിയിൽ നിന്നും കടലിറങ്ങിപ്പോയി. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു എത്രയും ദയുള്ള മാതാവ് തോബിയാസ് അച്ഛൻ ചെല്ലണത് എല്ലാവരും ഞാൻ ചെല്ലുമ്പോൾ കണ്ണുനീരോടെ പറയും. അന്ന് വരെ എത്രയും ദയുള്ള മാതാവ് ആ പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം ചെല്ലില്ല. അന്ന് മാത്രമാണ് അച്ഛൻ ചെല്ലിയത്. ആ ഒരു സമയത്താണ് ജനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായത്. കാര്യം അത്രയും ദയുള്ള മാതാവ് ചെല്ലാതിരുന്നെങ്കിൽ ആശീർവാദം കഴിയുമ്പോൾ ഈ 1-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെല്ലാം ചാടി കിളിക്കൂട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ പുറത്ത് വന്നേനാം. ആ സെക്കൻഡിനാണ് സുനാമി കയറി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയേനെ. വാസ്തവത്തിൽ 100-200 കുഞ്ഞുങ്ങൾ മരിക്കേണ്ടതാണ്. ഒറ്റ ഇത്രയും ദയുള്ള മാതാവ് രക്ഷപ്പെട്ടതാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലണത്. അപ്പോൾ പിന്നെ വരണ എന്താ 11 മണിക്ക് വീണ്ടും തിരിച്ച് ഞാൻ അഴിക്ക വരുമ്പോൾ വരണ ആൾക്കാരെല്ലാം ഇങ്ങനെ പശു, ആട്, കൊട്ട, ഇങ്ങനെ എല്ലാ സാധനം കൈ കിട്ടണൊക്കെ പെരുക്കിക്കൊണ്ട് നാട് വിട്ടു പോണ അഭയാർത്ഥികളുടെ ദാരുണമായ കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ജനങ്ങളിങ്ങനെ കൂട്ടത്തോടെ നാട് കുടിയൊഴിഞ്ഞു പോണത്. അപ്പം ഞാനവർക്ക് തീരാൻ പോവുകയാണ്, എല്ലാം തീരാൻ പോവുകയാണ്, ഈ രാജ്യം അസ്തമിക്കാൻ പോവുകയാണ്. കാര്യം അത്ര മരണവാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാം പേടിച്ച് ആർക്കും അഭയമില്ലാത്ത, ആർക്കും ഒരു പോലീസിനോ പട്ടാളത്തിനോ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉള്ള പരിമിതികൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാലമാണത്. അപ്പോൾ ഇനി അടുത്തത് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ തീർന്നുവെന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഇപ്പം ഞാൻ കർത്താവിൻ്റെ അടുത്താണ് നിൽക്കണത്. ഞാനീ പറയുന്ന അക്ഷരം ഇതിനേക്കാൾ കൂടുതൽ സത്യമായ കാര്യമാണ് പറയണത്. ഞാൻ അപ്പോഴൊരു കാര്യം ചെയ്തു. എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണ് വന്നത്. ഈ വചനമൊക്കെ പഠിച്ചു വെച്ചുള്ള ഗുണമതാണ്. എന്താണ്? ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവേ സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് അങ്ങാണല്ലോ എന്ന്. എനിക്കവിടെ 10:42 വാക്ക് ഞാൻ മറന്നുപോയി. കർത്താവേ സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് അങ്ങാണല്ലോ എന്ന്. ഞാൻ ആ വചനത്തെ വായിച്ച്. കാര്യം സമുദ്രത്തിൻ്റെ ഓടാമ്പൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല, നമ്മുടെ പട്ടാളത്തിൻ്റെ കയ്യിലില്ല, ഈ 100 കോടി വരുന്ന ജനത്തിൻ്റെ കയ്യിൽ സമുദ്രത്തിൻ്റെ താക്കോലില്ല, പ്രകൃതിയുടെ താക്കോലില്ല. അത് കർത്താവിൻ്റെ കയ്യിലാണ്. എന്താണ് ചെയ്യുന്നറിയാമോ? ഇവിടെ നിലനിർത്താനും വിശ്വസിക്കുക മാത്രമേ കഴിയൂ എന്നുള്ള ഞാൻ തിരിച്ചറിഞ്ഞൊരു കാലമാണത്. എന്താ ചെയ്തത്? നേരെ മദർ തെരേസയുടെ കന്യാസ്ത്രീമാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് കടലിലേക്ക് ചെന്ന് അഴീക്ക് കടലിങ്ങനെ തെരഞ്ഞു വന്ന സ്ഥലത്ത് ഞങ്ങൾ കന്യാസ്ത്രീകളും ഞാനും ഉൾപ്പെടെ കൈകോർത്ത് നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി. എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ്. എന്നിട്ട് ഞാൻ കൈ ഉയർത്തി, കർത്താവെ കടലിന് ഓടാമ്പൽ വെച്ചത് നീയല്ലേ, നിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്ന കടലിന് ഞാൻ അനങ്ങരുതെന്ന്. അത് ഞാൻ പഠിച്ചെടുത്തത് എവിടെ നിന്നാണെന്നറിയാവോ? അറ്റ്ലാന്റിക് സമുദ്രം കുവിക്കുത്തി ആർത്തിരമ്പിയപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ ആ കടലിൻ്റെ നീതെ കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഖാം എന്ന് പറഞ്ഞു, ശാന്തമാകാൻ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിന് മാത്രമേ ഏത് കടക്ഷോഭത്തെയും ഏത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ പറ്റൂ എന്നുള്ളത് സഭ പ്രഖ്യാപിക്കേണ്ട സമയമാണ്. സകലത്തിൻ്റെ കാലങ്ങളെ കൈയടിച്ചു കരുതാണ്. കടലല്ല പ്രശ്നം, കൊടുങ്കാറ്റല്ല പ്രശ്നം, അതിനെതിരെ ഉയർത്താൻ കൈ വരാത്താണ് പ്രശ്നം. എൻ്റെ ജീവിത മക്കളെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ രോഗമല്ല പ്രശ്നം, നിങ്ങളുടെ കടങ്ങളല്ല പ്രശ്നം,
അതിനെ പ്രതിരോധിക്കാൻ വിശ്വാസത്തിൻ്റെ കൈ ഉയരാത്തതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന് നേരെ ഉയരുന്ന എല്ലാ തിരമാലകളെയും എല്ലാ രോഗങ്ങളെയും ഒതുക്കാൻ, അമർത്താൻ, എൻ്റെ വിശ്വാസത്തെ പ്രകടിപ്പിക്കാനുള്ള വിശ്വാസത്തെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റു പറയാനുള്ള സാക്ഷികളുടെ വേദസാക്ഷികളുടെ വിശ്വാസ അഭിഷേകത്താൽ എന്നെ നിലനിർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കളുടെ ആശീർവാദവും രോഗസൗഖ്യ പ്രാർത്ഥനയുമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. രോഗങ്ങൾ യേശുനാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നമ്മളുടെ അവിടുത്തെ വാഗ്ദാന പ്രകാരം നമുക്കും സാക്ഷ്യം പറയാൻ സാധിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം ഓരോ രോഗികളുടെ ശരീരത്തിൽ വെക്കണമേ. ക്യാൻസർ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. കരൾ രോഗികളെ ഓ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ. ഗർഭാശയ രോഗികളെ, അണ്ഡാശയ രോഗികളെ, ഉദരാശയ രോഗികളെ, കർത്താവേ, അൾസർ രോഗികളെ, അൾസർ രോഗികളെ, അർസസ് രോഗികളെ, ഫിസ്റ്റുല രോഗികളെ, പിസിഒഡി രോഗികളെ യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. ത്വക്ക് രോഗികളെ, ഈശോയെ, ശ്വാസകോശ രോഗികളെ വിശുദ്ധ രക്തത്താൽ അകവും പുറവും അങ്ങ് കഴുകണമേ. വാതരോഗികളെ, കരൾ രോഗികളെ, കിഡ്നി രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ടോൺസിൽ രോഗികളെ, സ്പോണ്ടിലോസ് രോഗികളെ, അസ്ഥി രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ സ്പർശിക്കണമേ. കർത്താവേ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കർത്താവായ ദൈവമേ, മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണമേ. ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന് സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കർത്താവിന്റെ വചനത്തിന്റെ കരുത്ത് കാട്ടണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമേ. വിവാഹം താമസിക്കുന്നവര്, ഭവനമില്ലാത്തവര്, ജോലിയില്ലാത്തവര്, സാമ്പത്തിക ബാധ്യതകളാൽ വേദനിക്കുന്നവര്, ഉയർന്ന വിദ്യാഭ്യാസത്തിന് മാർഗമില്ലാത്തവര്, വിദേശ യാത്രക്കായി ജോലിക്കായി ഒരുങ്ങുന്നവര്, പരിശ്രമിക്കുന്നവര്, സാങ്കേതിക തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ,
യേശുവേ 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 ആരാധന 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 മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ വസ്തുക്കളെ ആശീർവദിക്കുന്ന സമയമാണ്. ഇപ്പോഴും നിങ്ങൾ ഡേറ്റുകൾ ഓർക്കണം. ഇപ്പോൾ ഡേറ്റുകൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളെ ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്തിരിക്കുന്ന ഡേറ്റുകളെ ഓർക്കുക. അങ്ങനെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ഈ മാസമുള്ള ഡേറ്റുകൾ, അടുത്ത മാസമുള്ള ഡേറ്റുകൾ, വീടിന് തറക്കല്ലിടേണ്ട ഡേറ്റുകൾ, ജോലി സംബന്ധമായ യാത്രയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റുകൾ, മനസ്സമ്മതത്തിൻ്റെ ഡേറ്റുകൾ, വിവാഹത്തിൻ്റെ ഡേറ്റുകൾ, സ്ഥലം വിൽക്കാനുള്ള ഡേറ്റുകൾ, സ്ഥലം വാങ്ങാനുള്ള ഡേറ്റുകൾ, രജിസ്ട്രേഷൻ നടത്താനുള്ള ഡേറ്റുകൾ, അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റുകൾ, അഡ്മിഷൻ അയക്കാനുള്ള ഡേറ്റുകൾ, അങ്ങനെ ഓരോരോ പരീക്ഷയുടെ ഡേറ്റുകൾ, എല്ലാ കാര്യം കൃപാസനത്തിലെ അനേകം സാക്ഷ്യങ്ങൾ തീയതികളുടെയും സമയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സ്വാധീനത്തിൽ അത് വിശ്വാസത്തെ പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നടക്കുന്നുണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളുടെ മനസ്സിലോർത്ത ഓരോ ഡേറ്റുകളുടെ മേലെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ, സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ്. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നമ്മുടെ എല്ലാ പത്രങ്ങളും വിവിധ ജില്ലകളിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നവർ അതാത് ഭാഷാ പത്രങ്ങൾ വാങ്ങിക്കേണ്ടത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, അടുത്ത മാസം മുതൽ മറാത്തി പത്രവും നമുക്ക് ലഭിക്കാം, കൊങ്ങിണി പത്രവും ലഭിക്കും. അപ്പോൾ എല്ലാ മേഖലകളിലും പോകുന്നവർ ആ സംസ്ഥാനത്തിൻ്റെ പത്രമാണ് വാങ്ങിക്കേണ്ടത്. നമുക്കൊരു ധ്യാനം മാത്രമേ നമുക്കിവിടെ വന്ന് കൂടുവാൻ അനുവാദമുള്ളൂ. അതും ഉടമ്പടി എടുത്തവർ മാത്രമേ വരാവൂ. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത കൊണ്ടാണ് മെയിൻ കാര്യം, വേറെ പ്രശ്നമൊന്നുമില്ല. നിൽക്കാൻ സ്ഥലമില്ല, കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, നിന്ന് നിർത്തി സംസാരിക്കുക. അതുകൊണ്ട് ഉടമ്പടി എടുത്തവർക്ക് മസ്റ്റായിട്ട് ഒരു മാസം ഒരു പ്രാവശ്യമേ വരാൻ പാടുള്ളൂ. ബാക്കിയുള്ള ധ്യാനങ്ങളെല്ലാം യൂട്യൂബിലാണ് കൂടേണ്ടത്, ഷാലൂൺ ടി വിയിലും. 6 ഉടമ്പടിയിൽ 6 നിയോഗം വെച്ചിട്ടുണ്ട്. അപ്പം 5 ധ്യാനം നമ്മൾ പുറത്ത് കൂടണം. അതെവിടെ കൂടും? യൂട്യൂബിലാണ് കൂടേണ്ടത്. അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ധ്യാനം കൂടാൻ വേണ്ടി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പത്രത്തിൽ 2ാമത്തെ പേജിലുണ്ട്, ശ്രദ്ധിക്കണം. ഇന്ന് സന്ധ്യയ്ക്കുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ധ്യാനം ആരാധന കൂടേണ്ടതാണ്. സാക്ഷ്യങ്ങളെല്ലാം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് കാലവിളംബം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ സാക്ഷ്യം എടുത്ത് വെച്ച് കണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിറയുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ എരിവ് കൂടുകയും ദൈവികമായ കൃപ ചൊരിയപ്പെടുകയും ചെയ്യാം. ഫേസ്ബുക്കിലൊക്കെ നമ്മളെ അറിയാത്തവർ കുറേ അറിയാത്തത് കൊണ്ടുള്ള കുറേ ആക്ഷേപങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരും കർത്താവിനെ അറിയാൻ വേണ്ടിയും ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ബാധ്യസ്ഥരാണ്. നമുക്കുണ്ടായ ദൈവാനുഭവങ്ങൾ കൃപാസനത്തിൽ വന്നിട്ട് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവം, ഇവിടെ എല്ലാം തുറന്ന, ഞാൻ പ്രൈവറ്റായിട്ട് പോലും ആരെയും കാണത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം പബ്ലിക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ദൈവം ചെയ്യണം എല്ലാം ലോകത്തിരുന്ന് ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റും. അത്രയും തെളിഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ പത്രത്തെക്കുറിച്ചൊക്കെ
ചില ആക്ഷേപങ്ങളൊക്കെ പറയുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ പത്രം ഉള്ളിൽ കഴിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയത്തില്ല. ഇത് കത്തോലിക്ക സഭയാണ്. സഭയുടെ ഉത്തരവാദിത്തത്തിൽ വളരെ ആത്മീയ ശുശ്രൂഷകളെല്ലാം സഭയുടെ ഉത്തരവാദിത്തത്തിലും കാഴ്ചപ്പാടിലുമാണ് നടക്കുന്നത്. അപ്പം കുറേ വിശ്വാസികൾ അവരുടെ അറ്റകൈപ്പ്, ഇന്ന് കുറേ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ, അത് അവരുടെ ആധ്യാത്മിക അനുഭവങ്ങളാണ്. അവരുടെ ആധ്യാത്മിക അനുഭവങ്ങൾ പറയാനുള്ള ബാധ്യത കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവർക്കുണ്ട്. അവരുടെ ആധ്യാത്മികമായ അനുഭവങ്ങൾ പറയും. അത് പറയാൻ നമ്മൾ ആത്മീയമായിട്ട് ബാധ്യസ്ഥരാണ്. എന്ത് അനുഭവം ദൈവത്തിൽ നിന്ന് കിട്ടിയാലും അത് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരോട് പറയണം. അത് മൈക്ക് വെച്ച് മാത്രമല്ല, മൈക്ക് വെച്ച് പറഞ്ഞാൽ മാത്രമല്ല, നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ കിട്ടിയവരോട് പറയാൻ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, നന്ദി പറയാനും നമുക്ക് ആധ്യാത്മികമായ അവകാശമുണ്ട്. അപ്പം നിങ്ങൾ ആ ആധ്യാത്മികമായ അനുഭവങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയുന്നൊക്കെ പറയുന്നതിന് ഞങ്ങൾക്ക് പറയാൻ പറ്റും, പക്ഷേ പരിമിതികളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അത് നിങ്ങളുടെ ആധ്യാത്മികമായ അവകാശമാണ്. ഇപ്പോഴും നമ്മൾ ആശീർവാദം സ്വീകരിക്കുകയാണ്. ആശീർവാദം സ്വീകരിക്കുമ്പോൾ നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ചിലർ പറഞ്ഞു നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെന്ന്. അത് 101% സത്യവിരുദ്ധമാണ്. കാരണം ഇത് ധ്യാന കേന്ദ്രമാണ്. ധ്യാന കേന്ദ്രത്തിൻ്റെ കൂടെ 1990 മുതൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ബേസിക്കായിട്ട് ധ്യാന കേന്ദ്രമാണ്. ധ്യാന കേന്ദ്രത്തിൽ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്റ്റ് ഓഫ് ഫ്ലോക്ക് അക്കാഡമിയും മ്യൂസിയവും പ്രവർത്തിക്കുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിൽ തന്നെയാണ് കോസ്റ്റ് ഓഫ് ഫ്ലോക്ക് ലൈബ്രറിയും സ്റ്റഡി സെൻറ്ററും പ്രവർത്തിക്കുന്നത്. ഈ ധ്യാന കേന്ദ്രം തന്നെയാണ് കോസ്റ്റ്യൂം ഗാലറി പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഗവൺമെൻറ് നമ്മളെ പലപ്പോഴും അതിൽ നിന്ന് വരുന്ന അതിന് ചിലവായിട്ടുള്ളതിന് 4/1 പങ്ക് ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ ഇപ്പോഴും അതുപോലെ സജീവമായി നടക്കുക. അപ്പോൾ കാര്യങ്ങൾ അറിയാതെയാണ്, പുറത്തുനിന്ന് കേട്ടതും കണ്ടതുമൊക്കെയാണ് നമ്മളെക്കുറിച്ച് ആക്ഷേപം നൽകണത്. വേറെ ചില നിഗൂഢമായ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉറക്കം നടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവർ സത്യം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ